ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. നമ്മൾ ഇന്നലെ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഇസ്രായേലിനുള്ള വാഗ്ദത്തം, അവരുടെ വിശ്രാമം എന്നുള്ളത് കനാനായിരുന്നു. നമുക്കുള്ള വിശ്രമം ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എങ്ങനെയായിരിക്കുന്നു? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ജീവിതത്തിൽ നമുക്ക് ശരിക്കുള്ളൊരു വളർച്ച നമുക്കുണ്ടോ? ഇന്നത്തെ ലോകത്തിലെ ആത്മീയ ലോകത്തിലേക്ക് നോക്കുമ്പോൾ വളരെ കരച്ചിൽ വരുന്ന, ദുഃഖം വരുന്ന ഒരവസ്ഥയാണ് കാണുന്നതൊക്കെ. കാരണം വീണ്ടും ജനിച്ചെന്നും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നവരിൽ അവരിലൊരു യഥാർത്ഥമായിരിക്കുന്ന ഒരു ആത്മീയ വളർച്ച കാണുന്നില്ല. നമുക്ക് വളരേണ്ടതുപോലെ നമുക്ക് വളരാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഒരു വ്യക്തി എങ്ങനെയാണ് ഒരുവൻ ആത്മീയ വളർച്ച നേടുന്നുണ്ടോ എന്നറിയുന്നേ അവൻ എത്രമാത്രം ക്രിസ്തുവിനെ നേടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എത്രമാത്രം ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞോ അത്രമാത്രമേ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടായിട്ടുള്ളൂ. അത് പറയുന്ന ഒരു ഭാഗം പൗലോസിന്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. നമുക്കറിയാം, പൗലോസിൻ്റെ ക്രിസ്തുവിലാകുന്നതിന് മുമ്പുള്ള ജീവിതവും അതിന് ശേഷമുള്ള ജീവിതവും കൂടെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന ഒരു ഭാഗം ഫിലിപ്പി ലേഖനത്തിലുണ്ട്. എൻ്റെ 3-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യം ഞാനിപ്പോൾ വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യം. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. ആർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്നും ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എത്ര വലിയ യോഗ്യതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. എന്ന് പറഞ്ഞാൽ തൻ്റെ 7 യോഗ്യതയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർണ്ണിക്കാതെ തന്നെ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും. ഞാനതിലേക്ക് പോകുന്നില്ല. എന്നിട്ട് പറയുവാണ്, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നേണ്ടിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിന്. ഉണ്ടോ? എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ആത്മീയ വളർച്ച പരിശോധിക്കേണ്ടത് നമ്മൾ എത്രമാത്രം ക്രിസ്തുവിനെ നേടി എന്നുള്ളതിലൂടെയാണ്. ദൈവമക്കളെ, നമുക്ക് എത്രമാത്രം ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം നോക്കിയാൽ നമുക്ക് ഈ ക്രിസ്തുവിനെ എത്രമാത്രം നേടിയെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഈ ക്രിസ്തുവിനെ ജീവിക്കുന്ന ഒന്നാമത്തെ പടി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വെളിപ്പെടുത്തേണ്ട ഒന്നാമത്തെ കാര്യം സൗമ്യതയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗമ്യതയെക്കുറിച്ച് നമ്മൾ വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ തന്നെ 4:5 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ സൗമ്യത നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അറിയണം. ഒരു ക്രിസ്ത്യാനിയുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം. വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ അതേ കാര്യത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലെയിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും. അപ്പം നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ താഴ്മ, ഒരു ആത്മീയതയിൽ വെളിപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ സൗമ്യത. ഇത് നമുക്ക് എത്രമാത്രം വെളിപ്പെടുത്തി ജീവിക്കാൻ കഴിയുന്നുണ്ട്? സൗമ്യത എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്നേഹം, ക്ഷമ, ദയ, താഴ്മ, മനസ്സലിവ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ, വഴങ്ങിക്കൊടുക്കുക, ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സൗമ്യത എന്ന് പറയുന്നത്. ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റോട് എന്നോട് പഠിപ്പിനെന്ന് മത്തായി 11:29 പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ
ഈ സൗമ്യത എന്ന് പറയുന്നതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ സ്നേഹം, ക്ഷമ, ദയ, താഴ്മ, മനസ്സലിവ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ, വഴങ്ങൽ, ഇത്രയും കാര്യങ്ങൾ. ഇന്ന് നമുക്കറിയാം, ഇന്ന് അനേക കുടുംബ ജീവിതങ്ങളും ശിഥിലമാകാൻ കാരണം അവിടെ സൗമ്യതയുമില്ല എന്നുള്ളതാണ്. എന്നാ ഒരു നല്ല ഭർത്താവായിരിക്കുവാൻ വേണ്ട ഏറ്റവും നല്ല ഗുണം അവൻ സൗമ്യനാണോ എന്നുള്ള പരിശോധനയാണ്. ഒരു നല്ല ഭാര്യ ആയിരിക്കാനുള്ള ഏറ്റവും നല്ല ഗുണം അവൾ സൗമ്യതയുള്ളവളാണോ എന്നുള്ളത് അറിഞ്ഞാൽ മതി. ഒരു നല്ല ഒരു പൈതൽ, ഒരു മാതാപിതാക്കൾ ഒരു നല്ല കുട്ടിയാണോ എന്നറിയണമെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ സൗമ്യതയുള്ളവനാണോ എന്നറിഞ്ഞാൽ മതി. ഇന്നത്തെ ഏറ്റവും വലിയ പരാജയ കാരണം ഈ സൗമ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കണം. നമ്മൾ ഒരു ആത്മീയനാണെങ്കിൽ അവർ സൗമ്യതയുള്ളവരായിരിക്കണം. ഈ ഒരു ഗുണമാണ് ഒരു യഥാർത്ഥ ആത്മീയനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മാനുഷിക ജീവന് മരിച്ച് ദൈവിക ജീവൻ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സൗമ്യത വെളിപ്പെടുത്താനും കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മിക്കവാറും വായിപ്പിക്കാറുള്ള ഒരു ഭാഗമാണ് ഗലാത്യലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. നിങ്ങൾക്കത് നല്ല ബൈഹാർട്ടായി കാണും. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ഇനി ജീവിക്കുന്നു. അപ്പോൾ അതാണ് ആ വിഷയം. അപ്പോൾ ക്രിസ്തു എന്നെ ജീവിക്കുക, ഞാനല്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനുഷിക ജീവന് നാം മരിക്കണം, ദൈവിക ജീവനിൽ നാം ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരു യഥാർത്ഥ ഒരു വിശുദ്ധൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വെളിപ്പെടേണ്ടത് ദൈവിക ജീവനാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ കർത്താവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ ജീവൻ ഇന്ന് എങ്ങനെയായിരിക്കുന്നു, ഇന്ന് അവനിൽ വ്യാപരിക്കുന്ന ജീവൻ ഏത് ജീവനാണ് എന്നത് വെളിപ്പെടുത്തുക. അതിൻ്റെ 3-4 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ നമ്മുടെ പഴയ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ഇപ്പോൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ജീവനാൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, ഒരു യഥാർത്ഥ ആത്മീയ ജീവിതം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിലേ ഈ അനുഭവം ഉണ്ടാവൂ, അത് മറക്കരുത്. കാരണം ഇതൊരു പാക്കേജായിട്ട് ദൈവം നമ്മളുടെ പ്രത്യേകം വെച്ചിരിക്കുകയല്ല. ക്രിസ്തു തന്നെ നമ്മളിൽ ജീവിച്ചുകൊണ്ട് ആ ജീവനിൽ ജീവിക്കുന്ന ഒരു കൂട്ടായ്മ ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നമ്മൾ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം വരാൻ കഴിയുന്നുണ്ടോ? എല്ലാവർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഉടനെ ബൈബിൾ എടുത്ത് മറിച്ച് നോക്കാൻ വിഷമമുണ്ടാകും. നിങ്ങൾ ആ റെഫറൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പിന്നെ എടുത്ത് വായിച്ചാലും മതി. ഞാൻ സമയക്കുറവുകൊണ്ട് ഇച്ചിരി തിരക്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് പറയുന്നേ ഉള്ളൂ, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അപ്പോൾ ഇന്ന് പുത്രൻ നമുക്കുണ്ടോ? കർത്താവ് നമ്മളിലുണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അങ്ങനെ പുത്രനുണ്ടെങ്കിൽ അവരിൽ ആ ജീവനുണ്ട്. യഥാർത്ഥ ജീവൻ, നിലനിൽക്കുന്ന ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ, അത് ദൈവത്തിന് മാത്രമുള്ള ജീവനാണ്. ആ ജീവനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് തന്നത്. അത് കർത്താവ് നമ്മളിലേക്ക് വരികയത്, അല്ലെങ്കിൽ കർത്താവ് നമ്മളിൽ ജനിക്കുകയത്. ആ ജീവനെക്കുറിച്ചാണ് പറയുന്നത്. ആ ജീവനാൽ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായിരിക്കുന്ന ആത്മീയ ജീവിതം. അപ്പം നമ്മുടെ സ്വയം എപ്പോഴും ഇല്ലാതാകണം. നമ്മൾ കർത്താവിനുള്ള വിളിയും തിരഞ്ഞെടുപ്പും കർത്താവിനെ അനുഗമിക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് തന്നെ അനുഗമിക്കുന്നതോട് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, വളരെ കാര്യമല്ലേ. ഇന്നും നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നതിൻ്റെ അർത്ഥം. അപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയണമെങ്കിൽ, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നെങ്കിൽ
തന്നെത്താൻ ത്യജിക്കണം. എത്ര വലിയ കാര്യമാണ്! അപ്പോൾ ഈ തന്നെത്താൻ ത്യജിക്കാതെയുള്ള ജീവിതം ക്രിസ്ത്യ ജീവിതമല്ല. നമ്മുടെ ജീവിതം ഇന്ന് എവിടെയാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എനിക്ക് ഓരോ ദിവസവും എൻ്റെ സ്വയത്തിന് മരിച്ച് കർത്താവിന് ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 57-ാം വാക്യം ഞാൻ വായിക്കാം. 6:57. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഇരുന്ന പോലെ അല്ലെങ്കിൽ ഇഡ്ഡലി ഇരുന്ന പോലെ ഇരുന്ന കാര്യമല്ല. തിന്നുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. കർത്താവിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിതം. ആ അംഗീകരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായിട്ടും ക്രിസ്തുവിന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാക്കി തരുന്നത്. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പിതാവിന് ജീവിച്ചു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിൻ മൂലം ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അങ്ങനെ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇങ്ങനെ ഒരു ശരിയായിരിക്കുന്ന ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ക്രൂശിൻ്റെ വചനം വളരെ വിലപ്പെട്ടതാണ്. നമുക്കറിയാം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാവുന്നതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് നമ്മൾ 1:18 വായിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവുന്നു. ഇനി അതിന് 23-ാം വാക്യം ശ്രദ്ധിക്കണം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഉണ്ടോ? അതാ ക്രൂശിക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത. അത് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവശക്തിയാണ്. എന്നാൽ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് അത് വേണ്ട. എത്ര ദുഃഖകരമല്ലേ? ഇവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ എത്രമാത്രം അറിയണം. ഒരു യഥാർത്ഥ ആത്മീയൻ്റെ ഏക ലക്ഷ്യം അവനറിയാം. ഈ ചെറിയൊരു അല്പായുസ് അത് ഈ കർത്താവിനെ അതിൻ്റെ 2:2 1 കൊരിന്ത്യർ 2:2 പൗലോസ് പറയുന്നത് എന്തുവാ? ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഉണ്ടോ? നമ്മുടെ നിർണയം എന്തുവാ? നമ്മൾ എന്ത് നേടാനാണ് പോകുന്നത്? ഇവളൊരു നമ്മുടെ ലോകത്തിലെ എത്രയെല്ലാം PhD എടുത്തെന്ന് പറഞ്ഞാലും അതെല്ലാം അവിടെ ഇട്ടിട്ട് പോകും. ഒരു പ്രയോജനമില്ല. കർത്താവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ കർത്താവിനെ നേടിയ ഒരു വ്യക്തിയുടെ ഏക ലക്ഷ്യം വീണ്ടും കർത്താവിനെ നേടുക എന്നുള്ളതാണ്. നോക്കണം, നമുക്ക് ആ കർത്താവിൽ തന്നെ കാണപ്പെടാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഭക്ത് സിംഗ് എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? താൻ ഹൈദരാബാദിലായിരിക്കുമ്പോൾ 2 വട്ടം തന്നെ പോയി കാണുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, താൻ വളരെ വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ തനിക്ക് അവസാനം കർത്താവിന് ലഭിക്കാനിടയായി. താൻ രക്ഷിക്കപ്പെട്ടു. താൻ ഈ പോയി ഓടി നടന്ന് നേടിയ ഡിഗ്രികളെല്ലാം വലിച്ചു കയറി ദൂരെ കളഞ്ഞു. എന്നിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ആ പേര് പോലെ തന്നെ ഭക്ത് സിംഗ്, ഭയങ്കര ഭക്തനായൊരു മനുഷ്യൻ, കർത്താവിന് ജീവിച്ച ഒരു മനുഷ്യൻ, വളരെ വിലപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വലിയ ദാസനായിരുന്നു. അപ്പോൾ വളരെ നിങ്ങൾക്ക് അറിയായിരിക്കും, 98-ലാന്ന് തോന്നുന്നു താൻ കർത്തസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ എനിവേ ഏകദേശം ഒരു 2 വർഷം താൻ കോമായിലായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതം അതുപോലെ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു ജീവിതമായിരുന്നു. കർത്താവിനെ മാത്രം അറിയുവാൻ, കർത്താവിനെ മാത്രം സേവിക്കുന്ന ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു, ജീവിതമുള്ള ഒരു യഥാർത്ഥ ഭക്തനായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന സാരം നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താ? യഥാർത്ഥമായിട്ടും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഞാൻ ജീവിക്കുന്നുണ്ടോ? ഞാൻ യഥാർത്ഥമായിട്ടും, നമുക്കറിയാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ 3 നിലയിലുള്ള 3 വിധത്തിലുള്ള മനുഷ്യരുണ്ട്. അത് നിങ്ങൾക്കറിയാമായിരിക്കും. ഒന്ന് പ്രാകൃതൻ, അതിവിടെ തന്നെ ഉണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. നമുക്കറിയാം എത്രയോ പേര്
ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്കതൊന്നും വേണ്ട. അവർക്ക് ഈ ലോകമൊക്കെ മതി, ലോകസുഖങ്ങൾ മതി. അപ്പോൾ അവരിൽ ഉള്ള മനുഷ്യൻ്റെ ആത്മാവ് തന്നെ മരിച്ച അവസ്ഥയിലാണ്. അവരെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിൽ ഒരു പ്രത്യേക ശബ്ദം എടുത്തു പറയുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. അതിൻ്റെ 19-ാം വാക്യമാണ്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നോക്കണം, ഇതാണ് ഒരു കൂട്ടം ജനം. മറ്റൊരു കൂട്ടം ജനങ്ങളുണ്ട്, അവരെക്കുറിച്ച് പറയുന്നത് ജഡീകരെന്നാണ്. അതേ 1 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 3 വരെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡീകരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അപ്പോൾ ഈ ലോക മനുഷ്യരെ പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്രാകൃതന്മാരെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടരായി ജഡീകന്മാർ. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ രക്ഷിക്കപ്പെട്ടവരാ, വീണ്ടും ജനിച്ചവരാ, ദൈവാത്മാവുള്ളവരാ. പക്ഷേ അവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല. അവരിപ്പോഴും ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് ആത്മീയമായ വളർച്ചയുണ്ടായില്ല. അവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയില്ല. അവരിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനായിട്ട് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഒരു ആത്മീയ വളർച്ചയുണ്ടോ? കാരണം ദൈവം ആത്മീയരെ മാത്രമേ ഉപയോഗിക്കൂ എന്ന കാര്യവും മറക്കരുതേ. നമുക്ക് ദൈവകരങ്ങളിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവത്തിനൊരു മാനപാത്രമായി നമ്മൾ തീരുന്നുണ്ടോ? ഒരു കാര്യം ഓർക്കണേ, ഒരേ ഒരു ആയുസേ ഉള്ളൂ. ഇതെങ്ങനെയെങ്കിലും ചിലവാക്കരുതേ. ഇത് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നവരായിരിക്കണം. അപ്പോൾ ആത്മീയർ എന്ന് പറയുമ്പോൾ 3-ാമത്തെ കൂട്ടരാണല്ലോ ആത്മീയർ. ആത്മീയരെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത് അതേ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം ഞാൻ വായിക്കാം. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. കണ്ടോ, ആത്മീയൻ എന്ത് ചെയ്യുന്നു? സകലത്തെയും വിവേചിക്കുന്നു. അപ്പം ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി തീഷ്ണതയുള്ളവനാണ്. അവൻ സകല കാര്യങ്ങളും വിവേചിക്കും. നമ്മൾ അതിൻ്റെ 6-17 വായിക്കുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അപ്പോൾ കർത്താവുമായി പറ്റിച്ചേർന്ന് ഏകാത്മാവായി ദൈവിക ആലോചനകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ആത്മീയൻ. അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ആത്മീയനാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ ഈ ആത്മാവിനെ എത്രമാത്രം അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. റോമാലേഖനത്തിൽ ഈ ആത്മീയനെ കുറിച്ച് പറയുമ്പോൾ 8-ാം അധ്യായം 4-ാം വാക്യം, റോമർ 8:4, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. നമ്മൾ ജഡത്തിലല്ല കടക്കാര്. നമ്മൾ കൃപയ്ക്ക് അധീനരാണ്. നമ്മൾ ആത്മാവിനെ പ്രാപിച്ചവരാണ്. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇന്ന് നമ്മുടെ ആത്മാവിനെ അനുസരിച്ചാണോ നടക്കുന്നത്? പലർക്കും ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അറിയത്തില്ല. ആത്മീയ ജീവിതത്തിലേക്ക് ഇന്ന് വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലരും ആത്മീയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അന്യഭാഷ പറയുന്നവരൊക്കെ ആത്മീയരെന്നൊക്കെ ചിലരുടെ ഒരു നാട്യം. ഇതിനേക്കാളും വലിയൊരു വഞ്ചന ഇന്നില്ല. ഇന്ന് പാകപ്പാടെ അതൊക്കെ നമ്മൾ പിന്നാലെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ശ്രദ്ധിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നുണ്ടോ? അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, റോമർ 8:14, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരനുഭവം. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ജഡീകന്മാർ അങ്ങനെയല്ലേ? അവർ കൈക്കൊണ്ടവരാ, അവർ ദൈവമക്കളാണ്, പക്ഷേ അവർ ജഡീകന്മാരാണ്. അവരെ ഒരിക്കലും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആത്മീയനാണെങ്കിൽ അവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഒരു ആത്മീയൻ്റെ അനുഭവത്തിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ടോ? നമ്മൾ ഗലാത്യ ലേഖനത്തിലും അതിൻ്റെ 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക.
ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എത്ര പേര് അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് എന്നെ കേൾക്കുന്നവർ നടക്കാറുണ്ട്? ഞാൻ നിങ്ങളെ ചോദിപ്പിച്ച് വിഷമിപ്പിക്കാനൊന്നും ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഉള്ള അല്പസമയം ഈ ജീവന്റെ വചനം നിങ്ങളിലേക്ക് പകരപ്പെട്ട് നിങ്ങൾ ക്രിസ്തുവിനെ പ്രാപിച്ച്, കാരണം ഈ വചനത്തിൽ എന്തുവാ? ജീവൻ ക്രിസ്തുവാ. അപ്പോൾ ഈ ക്രിസ്തുവിനെ നിങ്ങൾ നേടണം, ക്രിസ്തുവിനെ നിങ്ങൾ അറിയേണ്ടതുകൊണ്ട് അറിയണം, ക്രിസ്തു നിങ്ങൾ ജീവിക്കണം. ഇതാ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹം. അതുകൊണ്ടാണ് അധികം മറ്റുള്ളതിലേക്ക് ഒന്നും പോകാതെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സത്വം മാത്രം എടുത്ത് തരികയാണ്. മായമില്ലാത്ത പാല്, ഇത് ശരിക്കും നയമിറക്കണേ. അപ്പോൾ നമ്മളൊരു ആത്മീയനായിട്ട്, കാരണം ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം, നമ്മൾ പൗലോസ്ലീഹയാണല്ലോ നമുക്ക് കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി. എല്ലാവരും എനിക്ക് സ്നേഹമുണ്ട്, എങ്കിലും ഞാൻ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ ഒരു അനുഭവം അവിടെ പറയുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 22 മുതൽ 24 വരെ ഒരുപാട് ഭാഗങ്ങളൊക്കെ വായിക്കണം, എങ്കിലും ഇത്രയും മതി ഷോർട്ടായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഓ, എന്തൊരു സമർപ്പണം അല്ലേ! എന്തൊരു ദർശനം പ്രിയമുള്ളവരെ! നമ്മുടെ ജീവിതത്തിൽ വിളിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും നമ്മുടെ നിയോഗത്തെക്കുറിച്ചും നമ്മുടെ വിളിയെക്കുറിച്ചും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമൊക്കെ അറിയണം. ഇവിടെ അനേക കാര്യങ്ങൾ യെരൂശലേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം സംഭവിക്കുന്നുള്ളത് ആത്മാവ് വെളിപ്പെടുത്തിയിട്ടും ആത്മാവിൻ്റെ നിർബന്ധത്താൽ ദൈവസ്നേഹത്താൽ താൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. നോക്കണേ, അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഒരനുഭവം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പൂർണ്ണമായിട്ടും തന്നെ ഇപ്പോൾ നടത്തുന്നത്. എത്ര വിലപ്പെട്ട കാര്യമാണ്! അതാ ഒരു ആത്മീയൻ. അപ്പം ഇന്ന് നമുക്ക് ദൈവാത്മാവിനാൽ ഈ നിലയിൽ നമ്മളെ ദൈവം ഉപയോഗിക്കുന്നുണ്ട് തൻ്റെ മഹത്വത്തിന് വേണ്ടി എന്ന് എത്ര പേർക്ക് സാക്ഷ്യം പറയാൻ കഴിയും? ആയിരക്കണക്കിനുള്ള സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ ദൈവാത്മാവ് കൃത്യമായിട്ട് പറഞ്ഞ് നടത്തുന്ന വിധങ്ങളുടെ അനുഭവം എനിക്ക് ഇങ്ങോട്ട് പങ്കുവയ്ക്കാനുണ്ട്. ഒരു ദിവസം പല മീറ്റിങ്ങുകൾ ആ നിലയിലുള്ളതും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നെ കേൾക്കുന്ന പലരും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നന്നായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത അനേക സംഭവങ്ങൾ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അനേക സംഭവങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ യഥാർത്ഥമായിട്ടും രക്ഷിക്കപ്പെട്ടൊരു ജീവിതത്തിലാണെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ച നമ്മൾ പരിശോധിക്കണം. നമ്മളെ ഇന്ന് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാണോ നമ്മളിത് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഒരു യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് അത്യന്താപേക്ഷിതമായി 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമായി വേണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കട്ടെ. 1, ഒരു അടിമയുടെ ആത്മാവ്. 2, ഒരു അടിമയുടെ സ്നേഹം. 3, ഒരു അടിമയുടെ അനുസരണം. ഞാൻ ഒരിക്കലും പറയട്ടെ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, ഒരു ആത്മീയനായ ഒരു ക്രിസ്ത്യാനി, അവന് വേണ്ട 3 കാര്യങ്ങൾ, ഇത് 3 കാര്യം എന്നിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്തൊക്കെയാണ്? 1, ഒരു അടിമയുടെ ആത്മാവ്. 2, ഒരു അടിമയുടെ സ്നേഹം. 3, ഒരു അടിമയുടെ അനുസരണം. ഞാൻ അതിനെ കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പുറപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല ചിത്രം കാണാൻ പറ്റും. അത് 21-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 6 വരെ വായിക്കണം. എന്നാൽ ഞാൻ അതിൻ്റെ 5 6 വാക്യം മാത്രമേ ഇപ്പോൾ വായിക്കുന്നുള്ളൂ, സമയം ലാഭിക്കാൻ. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഒരു വലിയ പ്രയോഗം.
ഇത്രയും ശബ്ദം മതി നമുക്കൊരു മണിക്കൂർ പ്രസംഗിക്കാനുള്ള കാര്യമുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇതുപോലൊരു അടിമയെ പോലെ അപ്പോൾ ഇവിടെ ഒരു എബ്രായ ദാസൻ ഇങ്ങനെ അടിമയായി വിൽക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഭാര്യയോട് കൂടെ പോയാൽ ഭാര്യയോട് കൂടെ അവന് പോകാം. ഭാര്യയെ യജമാനാണ് കൊടുത്തതെങ്കിൽ അവൻ അവിടെ വെച്ച് മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയും മക്കളും യജമാനിരിക്കണം. നമ്മൾ ചിന്തിക്കുക, 6 വർഷം കഴിഞ്ഞു, 7ാമത്തെ വർഷം ഈ യജമാനൻ ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പറയാണ്, ഇനി നിനക്ക് പോകാം, ഇന്ന് മുതൽ നീ സ്വതന്ത്രനാ എന്ന് പറയുമ്പോൾ ഇവനെ ഇങ്ങനെ വിടുന്നത് ഇവൻ്റെ ഭാര്യയും ഇവൻ്റെ മക്കളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ എൻ്റെ അച്ചായൻ പോവുകയാണോ, കുഞ്ഞുങ്ങൾ അയ്യോ എൻ്റെ ഡാഡി പോവുകയാണോ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഞങ്ങളൊന്ന് ചിന്തിച്ച ആ ചിത്രം. അപ്പോൾ ഇവൻ ആ ഗേറ്റിൽ പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. അവൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല, കാരണം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, 6 വർഷമായിട്ടുള്ളൂ. അപ്പം ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങേറ്റം പോയ 4, 2, 3, 4 ഒക്കെ വയസ്സേ ഉള്ളൂ. അവർക്കൊന്നും അറിയത്തില്ല. അവർ ചിലപ്പോൾ ഡാഡി ഡാഡി എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. അവൻ്റെ ഹൃദയം തകരുക. അവനോടനെ പറയാണ്, യജമാനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, കാരണം ഇതുപോലൊരു യജമാനൻ എനിക്ക് ലഭിക്കത്തില്ല. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങയെ വിട്ടു പോകുന്നില്ല. എന്നെ അവിടുന്ന് ഞാൻ എന്നേക്കും അങ്ങയുടെ അടിമയായി ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യജമാനോട് പറയുമ്പോൾ അവന് വീണ്ടും ഗേറ്റിൽ നിന്ന് അകത്ത് കൊണ്ടുവരിക. വീണ്ടും അവനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കട്ടിളവാതിൽ നിർത്തി അവൻ്റെ കാത് തുളയ്ക്കപ്പെട്ട കാതുള്ളവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തെ കേൾക്കുവാൻ ഒരുക്കമുള്ള ഒരു അടിമ. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതത്തിന് ഒരു യഥാർത്ഥ ചിത്രമായത്. ഇങ്ങനെ ഒരു നല്ല ആഴമായ സമർപ്പണം. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തോന്നിവാസം ജീവിക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് അവർക്ക് പലർക്കും ആത്മീയത്തിൽ വളർച്ചയില്ല. നിങ്ങളിതൊന്നും മനസ്സിലാക്കണേ. എനിക്കിതൊക്കെ ചരിത്രപരമായിട്ട് പറയാനൊക്കെ ഒരുപാട് കാര്യമുണ്ട്, പക്ഷേ നമുക്കതിനൊക്കെ ഇപ്പോൾ സമയമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ വേർപെടുത്തി ഈ 2 വേഴും വെള്ളിയും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് പറയുക. ഇതിനു മുമ്പ് ഞാൻ ഹിന്ദിയിൽ തന്നെ ഇതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു, അതിനുശേഷമാണ് ഇപ്പോൾ തുടർന്ന് ഇത് പറയുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു യഥാർത്ഥ ആത്മീയനായിട്ട് ജീവിക്കാൻ പറ്റൂ. അപ്പം ഞാനിവിടെ പറഞ്ഞല്ലോ ഈ 3 കാര്യം. അപ്പം നമ്മളിന്ന് ആരാണ് എന്നുള്ള ആണ് നമ്മുടെ വിശ്വാസം. നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ തന്നെക്കുറിച്ച് പറയുന്ന ഒരു ശ്രേഷ്ഠമായ കാര്യമുണ്ട്. 4:5 കർത്താവേ, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവിടെ ആ ദാസന്മാർ എന്നെടുത്ത് അടിമകൾ എന്നും അത്രയാണ്. അടിമകൾ എന്നാ പറയണ്ടേ. നമ്മുടെ മലയാള പരിഭാഷയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ചില ശബ്ദങ്ങളിലൊക്കെ ചില മിസ്റ്റേക്ക് ഉണ്ട്. ദാസന്മാർ എന്നല്ല, ദാസനും അടിമയും തമ്മിൽ വലിയ വ്യത്യാസം. അതും നമുക്ക് പിന്നീട് ഒരു നമുക്ക് കേൾക്കാം. അത് പ്രത്യേകിച്ചും ശിഷ്യത്വം എന്ന വിഷയത്തിലൊക്കെ ഈ വിഷയം നമ്മൾ പങ്കുവെച്ചത് എനിക്ക് ഓർമ്മയില്ല, ഇല്ലെങ്കിലും പിന്നീട് ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് ഞങ്ങൾ അടിമകളെന്നാണ് പൗലോസ് പറയുന്നത്, അടിമ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അടിമയായിരിക്കണം. മാത്രമല്ല കർത്താവ് നമ്മളെ കർത്താവിൻ്റെ പഠിപ്പിക്കലില്ലേ, എന്താ പഠിപ്പിച്ചേ? ഞാൻ ആ കാര്യം നിങ്ങൾ ഓർപ്പിക്കാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 26, 27 വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ അങ്ങനെ അരുത്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. അവിടെയും അടിമയാകണം. നിങ്ങൾ മറ്റവർക്ക് അടിമയാകണം. നോക്കണേ, കർത്താവ് പഠിപ്പിച്ചതാ പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ദൈവമക്കളെ, വിശുദ്ധന്മാരെ, നിങ്ങൾക്കിന്ന് ആ അടിമ മനോഭാവം ഉണ്ടോ? ഞാനൊരു അടിമയാണെന്നുള്ളൊരു മനോഭാവം ഉണ്ടോ? ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഞങ്ങളെക്കാൾ കവിഞ്ഞാരുമില്ല എന്നുള്ള അഹങ്കാരോ നിങ്ങളോ. നമുക്ക് എത്രമാത്രം നമ്മളെ തന്നെ താഴ്ത്തുവാൻ, നമ്മളൊരു അടിമയായി നമ്മളെ തന്നെ എണ്ണുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് തന്നെ കാണിച്ചു. അതിന് 28-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് പറയുന്നത് എന്തുവാ? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. കണ്ടോ, ഒരടിമയെ പോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. നമുക്കറിയാം
യഹൂദ മര്യാദ അനുസരിച്ച് ഒരു ഭവനത്തിൽ ചെന്നാൽ അവിടെയുള്ള അടിമകളാണ് വന്ന് കാല് കഴുകുന്നത്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ക്രൂശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണം ചരിത്രം പറയുന്നത് അതും കൊള്ളരുതാത്ത കൃത്യം ചെയ്ത അടിമകൾക്ക് ലഭിക്കുന്ന ഭയങ്കരമായ ശിക്ഷയാണ്. അതുപോലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു വരിച്ചില്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വിശുദ്ധൻ മനസ്സിലാക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. എനിക്ക് നിർത്താനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല, സമയം നോക്കി അങ്ങനെ നിർത്താൻ പോവുകയാണ്. അപ്പം ഞാൻ വീണ്ടെടുത്ത ഒരു വ്യക്തി 3 കാര്യങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ അല്ലേ? നമുക്കറിയാമല്ലോ. നമ്മൾ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യം വായിക്കുമ്പോൾ വ്യർത്ഥവും പിതൃപാരമ്പര്യമായി നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തു. അത് എങ്ങനെയാണ്? പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ ശബ്ദം എത്ര ആഴമുള്ളതാണ്. ഒരിക്കൽ സ്വന്തമായിരുന്നത് നഷ്ടപ്പെട്ടു, അത് വീണ്ടും താൻ എടുത്തു എന്നാണ് പറഞ്ഞതിന് സാരം. ബലിഗ്രാം നിശ്ചയിക്കാത്ത അതിനെക്കുറിച്ച് നല്ലൊരു ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടത് തന്നെയാണ്. എനിവേ, അപ്പോൾ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? 1, നമ്മളെ അവസാനിപ്പിച്ചു. 2, അതിന് പകരം വെച്ചു. 3, ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഈ 3 കാര്യമാണ് വീണ്ടെടുപ്പിലൂടെ നടന്നത്. മനസ്സിലാക്കിയോ? എന്തൊക്കെയാണ്? 1, നമ്മളെ ആ പഴയ മനുഷ്യനെ അവസാനിപ്പിച്ചു. 2, അതിന് പകരം വെച്ചു. 3, ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഞാൻ ഇനി വേഗം പറഞ്ഞേക്കാം. 1, നമ്മെ ദൈവം എന്ത് ചെയ്തു? അവൻ നമ്മെ അവസാനിപ്പിച്ചു. അതല്ലേ നമ്മൾ 2 കൊരിന്ത്യർ 5-ന്റെ 10 വായിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് അവസാനിച്ചു. വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി അവൻ്റെ പഴയതെല്ലാം അവസാനിച്ചോ എന്ന് ശ്രദ്ധിക്കണം. 2, നമ്മൾ അവന് പകരം ക്രിസ്തുവിനെ വെക്കുക. അവൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ആരാണ്? ക്രിസ്തുവാണ്. അതല്ലേ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ? നമ്മൾ എപ്പോഴും, എനിക്ക് ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പൊട്ടിക്കരയാതിരിക്കാൻ പറ്റിയാൽ, അതുപോലെയല്ലേ നമ്മൾ 2 കൊരിന്ത്യർ 5-ന്റെ 14-15 ക്രിസ്തുവിനെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവരായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ അവിടുന്ന് മാറ്റി ആ സ്ഥാനത്ത് ആരെ കൊണ്ടുവന്നു? ക്രിസ്തുവിനെ. ഇനിയുള്ള നമ്മുടെ ജീവിതം എന്തായിരിക്കണം? ക്രിസ്തുവിന് ജീവിക്കുന്ന ജീവിതമായിരിക്കണം. ക്രിസ്തുവിന് ജീവിക്കുക. എന്നിട്ട് 3-ാമത്തെ കാര്യം നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചു എന്നുള്ളതാണ്. അത് എത്ര ഗഹനമായ വാക്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ പിതാവിനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. എന്താ പ്രിയമുള്ള ദൈവമക്കളെ, എത്ര വലിയ കാര്യമാണ്! അങ്ങനെയുള്ള അവസ്ഥയാണ്. നമ്മൾ ക്രിസ്തുയേശുവിലായിരിക്കുന്നു. അവിടുന്നാണ് നമുക്കെല്ലാം. ക്രിസ്തുയേശു നമുക്കെല്ലാം ഉണ്ട്. എത്ര ധന്യമായ ജീവിതമാണ് നമ്മുടെ ആത്മീയ ജീവിതം. ഇന്ന് എങ്ങനെയുണ്ട്? അതുകൊണ്ടല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർ 8:1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം വചനങ്ങളൊക്കെ. നിങ്ങളിങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ വചനങ്ങളൊക്കെ ബൈഹാർട്ടാവും. അല്ല, ഈ വചനങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം. കാരണം ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കണം. അങ്ങനെ നമുക്ക് ഒരു നല്ല ആത്മീയനായി, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി, ദൈവത്തിന് പ്രയോജനമുള്ള ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇന്ന് നമ്മുടെ ആത്മീയ വളർച്ച ഒന്ന് പരിശോധിക്കണം. ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ഞാൻ പറഞ്ഞ ഈ റെഫറൻസുകളൊക്കെ എടുത്ത് ഒന്നോടെ എഴുതി വെച്ച് അതൊക്കെ വായിച്ച് ധ്യാനിച്ച് ഒന്ന് അയവർക്കണം. എല്ലാവരും ക്രിസ്ത്യാനിരൂപരായി തീരട്ടെ. ഈ തലമുറയിൽ കർത്താവിന് നിങ്ങൾ പ്രയോജനമുള്ളതായി തീരട്ടെ. വളരെ തീഷ്ണതയുള്ളവരായി, എരിവുള്ളവരായി തീരട്ടെ. കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ. ഈ വലിയ ഒരു ആശംസയോടും ഈ വലിയൊരു പ്രാർത്ഥനയോടും കൂടി ഇന്നത്തെ സന്ദേശം
ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് മാത്രം മഹത്വം ലഭിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ.